ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് ട്രെൻഡാണ് ഏഷ്യയിൽ. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഇൻഫ്ലേഷൻ റിലേറ്റഡ് ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് വെള്ളിയാഴ്ച മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച. ഒപ്പം നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതും ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ്. $2337 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലാണ് ഇന്ന് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നൊരു കമോഡിറ്റി. $85.4 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ടായിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. JP മോർഗൻ ബോണ്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ 10 ഇയർ ഗവൺമെൻറ് ബോണ്ടുകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അറൗണ്ട് $40 ബില്യൺ ഡെറ്റിലേക്ക് ഫോറിൻ ഇൻഫ്ലോ വരും. തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇൻഫ്രാ കമ്പനികൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ അടുത്ത ദിവസങ്ങളും ബാങ്കിങ് സ്റ്റോക്കുകൾ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. മെയ് മാസത്തെ കോർ സെക്ടർ ഗ്രോത്ത് വന്നിരുന്നു 6.3% കോർ സെക്ടർ ഗ്രോത്ത്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഒപ്പം നമ്മൾ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റോൾ ഓവർ ജൂലൈ മാസത്തിലേക്ക് വന്നിട്ടുള്ളത് 76%. ഇതിന് മുമ്പുള്ള 3 മാസങ്ങളിൽ ജൂണിന് മുമ്പുള്ള 3 മാസങ്ങളിൽ 69% അപ്പോൾ ലോങ് പൊസിഷൻ റോൾ ഓവറാണ് ജൂലൈ സീരീസിലേക്ക് റോൾ ഓവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ മാർക്കറ്റ് പീക്ക് ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റേതായ വോളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നിഫ്റ്റി ഒരു പക്ഷേ 24,350, 24,500, 600 ലെവലിലേക്കൊക്കെ മുന്നേറിയേക്കാം. നമ്മുടെ മേജറായിട്ടുള്ള കീ ഇവൻറ്റുകൾ മുന്നിലുള്ളത് ഒന്ന് Q1 റിസൾട്ടുകളും അതുപോലെ തന്നെ ജൂലൈ 3rd അല്ലെങ്കിൽ 4th വീക്കിൽ അവതരിപ്പിക്കാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റൊക്കെയാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷനിൽ പല സെക്ടറിലും നല്ല രീതിയിൽ മുന്നേറ്റമൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആയിട്ട് മുൻപോട്ട് പോകണം. മാർക്കറ്റ് പീക്കിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ PTC ഇൻഡസ്ട്രീസ് ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് എയർ ഫോയിൽസ് ആണിത്. ഈ എയർ ഫോയിൽസ് യൂസ് ചെയ്യുന്നത് 2500 ഡിഗ്രി സെൽഷ്യസിൽ യൂസ് ചെയ്യുന്ന എയർ ഫോയിൽസും വാൽവുകളൊക്കെയാണ്. വാൽവുകളൊക്കെയാണ് വളരെ ഇന്നോവേറ്റീവ് ആയൊരു പ്രൊഡക്റ്റാണ്. മെയിനായിട്ട് ഇത് എയർക്രാഫ്റ്റിലും അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ PTCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗവൺമെൻറ് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ഓഫ് ഷെയർസ് ബഡ്ജറ്റിൽ കൂടെ അനൗൺസ് ചെയ്തേക്കാന്ന് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ MRF പോലുള്ള ഹൈ വാല്യൂ സ്റ്റോക്കുകൾ ഫ്രാക്ഷനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും MRF, ഹണിവെൽ, അതുപോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ 3M ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റം കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ടെലികോം കമ്പനികൾ റിലയൻസ് ജിയോ, ഭാരതി അതുപോലെ തന്നെ വൊഡാഫോണൊക്കെ താരിഫ് ഹൈക്ക് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലും ഈ താരിഫ് ഹൈക്ക് അവരെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസ് തന്നെയാണ് ഫർദർ. ഒപ്പം റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, റെയിൽവേ റിലേറ്റഡ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ 2022 അനൗൺസ് ചെയ്തിരുന്ന 31,000 കോടി രൂപയുടെ വാഗൺ ടെൻഡറുകളിൽ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസിൻ്റെ വാഗൺ ഓർഡർ ഒരു പക്ഷേ ഗവൺമെൻറ് റിഡ്യൂസ് ചെയ്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഓർഡേഴ്സ് ടിറ്റഗ്ര, റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൺസ് അല്ലെങ്കിൽ ടെക്സ്മാക്കോ, റോയിൽ ഈ കമ്പനികൾക്ക് കിട്ടാനാണ് ചാൻസസ് കൂടുതൽ. റെയിൽവേ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ബൈയിങ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നൊരു സമയമാണ്. ടിറ്റഗ്ര, റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൺ, ടെക്സ്മാക്കോയിലൊക്കെ നല്ല രീതിയിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബൈ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളാണ് ഈ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും IRDA
IREDA ഇന്ന് അവരുടെ ജൂൺ മാസത്തെ ഡിസ്ബേഴ്സ്മെൻറ്റ് ന്യൂസും പുറത്തു വിട്ടിട്ടുണ്ട്. എക്സലൻറ്റ് ഗ്രോത്താണ്. IREDA ഫർദർ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. കല്യാൺ ജുവലേഴ്സ് നമ്മുടെ ടോപ്പ് ഒക്കെ ഉള്ള ഒന്നാണ്. കല്യാൺ ജുവലേഴ്സ് 500 രൂപ മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 21 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ്. ഒപ്പം താരിഫ് ഹൈക്ക് അതുപോലെ തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ് റിലയൻസിനെ സംബന്ധിച്ച്. ഓർക്കിഡ് ഇപ്പോൾ ടൈപ്പ് വന്നിട്ടുണ്ട്. ഓർക്കിഡിൻ്റെ പുതിയ ഡ്രഗ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. സിഗ്നേച്ചർ ഗ്ലോബൽ 2700 കോടി രൂപ വരെ സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂണിൽ. അവരുടെ പ്രീമിയം പ്രൊജക്റ്റിൽ നിന്ന് പോസിറ്റീവ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 3772 കോടി രൂപ വരെ ഓർഡർ ആർമിയിൽ നിന്നും അതുപോലെ തന്നെ 481 കോടി രൂപ വേറൊരു ഓർഡറും കൂടി ബാഗ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിന് 8 ഡ്രൈ കാർഗോ വെസൽസ് ഉണ്ടാക്കാനുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. 1100 കോടി രൂപയാണ്. നമ്മുടെ ടോപ്പിക്കുള്ളതാണ്. ഹ്യൂജ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. കൊറാമണ്ടൽ ഇൻ്റർനാഷണൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ക്രോപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈൽഡൊക്കെ കൂട്ടാൻ വേണ്ടിയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. JSW എനർജിയുടെ റിന്യൂവബിൾ എനർജി സബ്സിഡിയറി JSW നിയോ 300 മെഗാവാട്ടിൻ്റെ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. വിൻഡ് സോളാർ പ്രൊജക്റ്റാണ്. ഹൈബ്രിഡ് പ്രൊജക്റ്റാണ്. SJVNയിൽ നിന്നാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ധാരാളം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമ്മുടെ JP മോർഗൻ ഇൻഡെക്സിൽ ഇന്ത്യൻ ബോണ്ടുകളിലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറയാണ് ബാങ്കുകൾക്ക്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവൊക്കെയാണ്. ഇന്ന് മുതൽ നമ്മുടെ ജൂൺ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ അതുപോലെ തന്നെ മറ്റ് ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആ ബിസിനസ് അപ്ഡേറ്റിനനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ മുന്നിലുള്ള ഇവൻറ്റുകൾ ഒന്ന് ജൂലൈ 3 അല്ലെങ്കിൽ 4th വീക്കിൽ അനൗൺസ് ചെയ്യുന്ന യൂണിയൻ ബഡ്ജറ്റും അതുപോലെ തന്നെ Q1 റിസൾട്ടുകളാണ്. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നതായിരിക്കും. നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബ്രൂവറീസ് അതുപോലെ തന്നെ JK ടയർ. എല്ലാം ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. ഒപ്പം SMEയിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഒരു IPO ഉണ്ട്. NSE SMEയിൽ നെഫ്രോ കെയർ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ IPO അപ്ലൈ ചെയ്യുന്നതൊന്നായിരിക്കും നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു IPO ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.